ഇപ്പോൾ ഞാൻ ബാംഗ്ലൂരാണ് കേട്ടോ ഉള്ളത്. അപ്പോൾ കുറച്ച് ഷോപ്പിംഗ് വ്ളോഗാണ്. ഷോപ്പിംഗ് വ്ളോഗൊന്നും പറയത്തില്ല. നാളെ നമുക്ക് എക്സാം ഉണ്ട്. രാവിലെ 6 മണിയൊക്കെ ആകുമ്പോൾ ഇവിടുന്ന് പോകണം കേട്ടോ. അപ്പോൾ രാവിലെ ക്യാൻറ്റീനിൽ ഫുഡ് ആവത്തില്ല. അപ്പോൾ നമ്മുടെ ഫുഡ് നേരത്തെ മേടിക്കാമെന്ന് ഓർത്തു. മാതളവും പഴവും ആണ് മേടിക്കുന്നത് കേട്ടോ. നമ്മുടെ ബജറ്റ് ഫ്രണ്ട്ലി ഫുഡ് ഇവിടെ വരുമ്പോൾ ഇതൊക്കെയാണ്. മാതളം കിലോ 60 രൂപയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ 1/2 കിലോ മാതളം മേടിച്ചു. അവളും 1/2 കിലോ, ഞാനും 1/2 കിലോ മേടിച്ചു. പിന്നെ പഴം 1 കിലോ 35 അതും 1/2 കിലോ വീതം മേടിച്ചു. അപ്പോൾ നാളെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇതാണ് കേട്ടോ. രാവിലെ ഒരു 6 മണിക്ക് 6-6:30 അകം എന്തായാലും ഇവിടുന്ന് ഇറങ്ങണം. ഒത്തിരി ദൂരമുണ്ട്, ഒരു 30 കിലോമീറ്ററോളം ഉണ്ട് നമ്മുടെ എക്സാം സെന്റർ. അപ്പം രാവിലെ കുറച്ച് ലേറ്റ് ആയി കഴിഞ്ഞാൽ ട്രാഫിക് ബ്ലോക്ക് ഒക്കെ ആകുമ്പോൾ നമുക്ക് കറക്റ്റ് സമയത്ത് അവിടെ എത്താൻ പറ്റത്തില്ല. 9 മണിക്ക് എക്സാം സ്റ്റാർട്ട് ചെയ്യും. അപ്പം നേരത്തെ പോകണം. രാവിലെ ആകുമ്പോൾ എക്സാം ടൈം ആയതുകൊണ്ട് നല്ല റഷ് ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ രാവിലെ പോകും. അതുകൊണ്ടാട്ടോ ഇപ്പോഴേ ഫുഡൊക്കെ പോയി എടുത്തത്, ഫുഡ് മേടിച്ചത്. അത് കഴിഞ്ഞ് വെള്ളമൊക്കെ എടുത്തിട്ട് പോവുകയാണ്. ഇന്നലെ തൊട്ട് ഇവിടെ വെള്ളം ഇല്ലായിരുന്നു, ഇപ്പോൾ വെള്ളം വന്നതേ ഉള്ളൂ. സോ നമ്മൾ ആവശ്യത്തിനും അനാവശ്യത്തിനൊക്കെ വെള്ളം കുടിച്ച് വയറ്റിനകത്ത് ഫില്ല് ചെയ്ത് വെച്ചു. ബാക്കി ഞങ്ങൾ ബോട്ടിലിൽ എടുക്കുന്നുണ്ട്. കുറേ ബോട്ടിലിൽ എടുത്തിട്ട് ശേഖരിച്ച് വെക്കും കേട്ടോ. അപ്പോൾ എപ്പോഴും ഇറങ്ങി വരണ്ടല്ലോ. അതുമല്ല എപ്പോഴും വരുമ്പോൾ ഇവിടെ കാണണമെന്നില്ല. വന്ന് കുറേ ടൈമിലേ കാണത്തുള്ളൂ, പിന്നെ കാണത്തില്ല. അവളുടെ ഫ്ലോർ സെക്കൻഡിലും ഞാൻ തേർഡും. അവൾ ബീഹാറിയാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അവളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ. കാര്യം ലാംഗ്വേജ് പഠിക്കാൻ ഭയങ്കര രസമാണ്. ഞാൻ പറയുന്ന ആൾക്കും അവൾ പറയുന്നത് എനിക്ക് മനസ്സിലാവും കേട്ടോ. അവളുടെ ഫ്ലോറത്തിൽ ടാറ്റയൊക്കെ പറഞ്ഞു പോയി. ഞാൻ എൻ്റെ റൂമിലും വന്നിട്ടുണ്ട് കേട്ടോ. കുറച്ച് കഴിഞ്ഞപ്പോൾ അവൾ എൻ്റെ റൂമിൽ വന്ന് ഞങ്ങൾ പിന്നെ കാര്യങ്ങൾ, അവൾക്കും യൂട്യൂബ് എടുക്കണമെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ അതൊക്കെ പറഞ്ഞു കൊടുത്തു. അവളുടെ വീട്ടിലെ ആൾക്കാരൊക്കെ കാണും കേട്ടോ. എല്ലാവരും അവർക്കൊന്നും അറിയില്ല, ലാംഗ്വേജ് ഒന്നും അറിയില്ല. എൻ്റെ വീഡിയോസ് കാണുമെന്ന് ഇങ്ങനെ പറയാറുണ്ട്. അവൾ എല്ലാവരോടും പറയാറുണ്ട് ഇങ്ങനെ കേരളത്തിൽ നിന്ന് എനിക്ക് ഫ്രണ്ട് ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് എന്തുവാ ഇങ്ങനെ പറയും, ഭയങ്കര ഗമയിൽ പറയും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഹാൾ ടിക്കറ്റ് മേടിക്കാൻ പോണതാ കേട്ടോ. നമ്മൾ ഹാൾ ടിക്കറ്റ് മേടിക്കാൻ പോവാന്ന് പറ. ഹോൾ ടിക്കറ്റ് പോടിക്കണേതാ. ഹോൾ ടിക്കറ്റ് മേടിക്കാൻ പോകുവാണ്. ഹോൾ ടിക്കറ്റ് മേടിക്കാൻ പോകുകയാണ്. ഓക്കെ, പോണം. അപ്പം കഞ്ചും മലയാളം അറിയാം. നോ അറിയില്ല. ಇಲ್ಲ ಗೊತ್ತಿಲ್ಲ. ಕನ್ನಡ ಗೊತ್ತಿಲ್ಲ. ಕನ್ನಡ ಸ್ವಲ್ಪ ಗೊತ್ತು. ಮಲಯಾಳಂ ಗೊತ್ತಿಲ್ಲ. ಓಫ್ ನೋ ಗೈಸ್, ಇವൾക്ക് ಮಲಯಾಳಂ ಗೊತ್ತಿಲ್ಲ रे. सिखाओ मुझे भी सीखना है. नेट पे लिपस्टिक. You are always beautiful book. Oh my god. ऐसा कैसा होता. അങ്ങനെ ഞങ്ങൾ ഹാൾ ടിക്കറ്റ് മേടിച്ച് തിരിച്ച് ഹോസ്റ്റലിൽ വന്നു. എക്സാമും കഴിഞ്ഞു. പിന്നെ ഞാൻ കുറേ ദിവസത്തേക്ക് വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. ഇന്ന് ഫെയർവെൽ ഡേ ആണ് കേട്ടോ. ഫസ്റ്റ് ഇയേഴ്സിനെ വെൽക്കം ചെയ്യുന്ന ഡേ ആയിരുന്നു. അങ്ങനെ ഞങ്ങൾ റെഡി ആയൊക്കെ പോവാം കേട്ടോ. പിന്നെ അങ്ങോട്ട് ഞാൻ കൂടുതൽ വീഡിയോ ഒന്നും എടുത്തില്ല. കാരണം എനിക്ക് ആൾ കൂടുന്ന സ്ഥലത്ത് നിൽക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. എപ്പോഴും എൻ്റെ മൈഗ്രീൻ അങ്ങോട്ട് വരും. അപ്പം ഞാൻ കുറച്ച് നേരം അവിടെ നിന്നിട്ട് ഞാൻ ഓടി തിരിച്ച് ഹോസ്റ്റലിൽ വന്നു കേട്ടോ. അപ്പം അത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ സീ.